ഹലോ എവ്രി വൺ, വെൽക്കം ടു മാജിക് ഹാൻഡ്സ് ഓഫ് ദീപ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ തേങ്ങ അരച്ചിട്ടുള്ളൊരു മീൻ കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചൂരയാണ് എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചൂരയിലേക്ക് നമുക്ക് പൊടികൾ ചേർത്തിട്ട് ഒന്ന് തേച്ച് വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണും മുളക് പൊടിയും പിന്നെ 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് നല്ലോണം തിരുമ്മി വയ്ക്കുകയാണ്. ഒരു 10-20 മിനിറ്റിന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ചട്ടി ചൂടാക്കിയിട്ട് നമുക്കതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ വെളിച്ചെണ്ണ നല്ല ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് കടുകും ഉലുവയും ചേർത്ത് കൊടുക്കുക. ഉലുവ ചേർക്കുന്നത് കൂടാതെ ഞാൻ ഉലുവപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അത് ലാസ്റ്റ് മീൻകറിയൊക്കെ ആയതിന് ശേഷം ഇറക്കാൻ നേരത്താണ് ചെയ്യുക. അപ്പോൾ ഞാനിതിൽ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. 1 കൈ ഫുള്ള് കറിവേപ്പില ചേർത്തോളൂ കേട്ടോ. കറിവേപ്പില നല്ലതാണ്, മുടിക്കൊക്കെ നല്ലതാണ്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ കൂടെ ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. ചെറുതീയിൽ വെച്ചിട്ട് വഴറ്റിയെടുത്താൽ മതി, പെട്ടെന്ന് വഴന്ന് കിട്ടും. ഞാൻ ഉപ്പ് ചേർക്കലില്ല ഈ സമയത്ത്. ഞാൻ കൂട്ടെല്ലാം ആയി കഴിഞ്ഞതിന് ശേഷം തിളയ്ക്കാൻ നേരത്താണ് ഉപ്പ് ചേർക്കലുള്ളത്. അപ്പോൾ ഇത് ഏകദേശം ഇപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഒന്ന് വഴഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിനി മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കാൻ നിൽക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കഷ്ണത്തിൽ മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ബാക്കി 1/2 സ്പൂൺ നമുക്കിതിൽ ചേർക്കാം. അപ്പോൾ ഞാൻ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ മുളക് പൊടിയും പകുതി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 സ്പൂൺ മുളക് പൊടിയും നല്ല എരിവുള്ള മുളക് പൊടി ചേർക്കുക. പിന്നെ ഒരു സ്പൂണ് സാധാരണ കാശ്മീരി മുളക് പൊടി ചേർക്കുക. അത് നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല കളറായിരിക്കും മീൻ കറിക്ക്. പിന്നെ എരിവും കുറവായിരിക്കും, പക്ഷേ എന്നാൽ ഉണ്ടാവും താനും. എന്നിട്ട് നമുക്കിതൊന്ന് ചെറിയ തീ ആക്കിയിട്ട് ഒന്ന് വേഗം ഇളക്കിയെടുക്കാം. തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ഇളക്കിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുടംപുളിയുടെ വെള്ളം ഇട്ടിട്ട് ഒന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ ഞാനിനി ഇതിലേക്ക് അരച്ച് വെച്ച് തേങ്ങ ചേർക്കാൻ പോകണം. തേങ്ങ മാത്രമേ അരച്ചിട്ടുള്ളൂ കേട്ടോ. നല്ല മഷി പോലെ അരച്ചിട്ടെടുക്കുക. തേങ്ങ മാത്രം അരച്ചാൽ മതി. അപ്പോൾ തേങ്ങയും കൂടി ചേർത്തിട്ട് ഇനി ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതിന് ചാറ് ഇത്ര പോരല്ലോ, അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. അത് ചെറിയ ചൂടുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. അതാ തേങ്ങ ഉണ്ടായിരുന്ന പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചിട്ട് അതിൻ്റെ ബാക്കിയുണ്ടായിരുന്ന തേങ്ങയെല്ലാം കൂടി കഴുകിയിട്ട് അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ പുളി ഇട്ടതിൻ്റെ ബാക്കി വെള്ളം ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടില്ല. അപ്പോൾ ഞാനിതിപ്പോൾ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ പുളിയും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം നോക്കിയിട്ട് നമുക്കിതിനെ അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പില ഇട്ടാൽ നല്ലതാണ്. പിന്നെ എൻ്റെ വീട്ടിലെല്ലാ ഏട്ടനൊക്കെ നല്ല ഇഷ്ടമാണ് കറിവേപ്പില, അതുകൊണ്ട് ഞാൻ കറിവേപ്പില കൂടുതലിടുകയാണ്. പിന്നെ നമുക്കിനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ബാക്കി ഉപ്പ് കഷ്ണങ്ങളിൽ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പം ഇതിലേക്ക് ഇനി എത്ര ഉപ്പ് മതിയാവും. പിന്നെ നമുക്കിനി വേണമെന്ന് നോക്കിയിട്ട് ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ തിളപ്പിച്ചെടുക്കുക. അതായത് ചാറ് നല്ല വെന്ത് കിട്ടുന്നിടം വരെ തിളപ്പിക്കുക. അപ്പോൾ എന്നിട്ട് ഇടയ്ക്കൊന്ന് നോക്കി നോക്കൂ, ചാറ് ഏകദേശം ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അതിൻ്റെ മണം വരുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഏകദേശം ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ചാറ് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മൾ അവിടെ മസാല തേച്ച് വെച്ചിട്ടുള്ള കഷ്ണങ്ങൾ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ 1 കിലോ ചൂരമീനാണ് എടുത്തിരിക്കുന്നത്. ഇതിന്ന് 5-6 എണ്ണം ഞാൻ എൻ്റെ മോക്ക് വറുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി ഫുള്ള് ഞാൻ കറിക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇത് കഷ്ണം ഇട്ട് കഴിയുമ്പോൾ ഒന്ന് തിളച്ചതിന് ശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചാൽ മതി. മീൻ വേകാൻ അധികം സമയമൊന്നും വേണ്ട. ഒരു 8-9 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ മീൻ നല്ലപോലെ വെന്ത് കിട്ടും. ഈ സ്റ്റേജിൽ നിങ്ങളൊന്ന് ഉപ്പ് നോക്കി നോക്കണം. ഉപ്പ് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കിയിട്ട്
അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ഇടുക. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണ് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഓപ്ഷനിലാണ്, പക്ഷേ ഉലുവപ്പൊടി എന്തായാലും ചേർക്കണം കേട്ടോ, അതാണ് മീൻ കറിക്ക് ഏറ്റവും ബെസ്റ്റ്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എൻ്റെ മീൻ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.